കേരളത്തിലെ ഏറ്റവും വലിയ ലൈഫ് ഭവന പദ്ധതിയിലെ ഫ്ലാറ്റ് സമുച്ചയമുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയിലാണ്. ഇത് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാം പൂർണ്ണമായിട്ടില്ല. അത് കുടിവെള്ളമായാലും മറ്റുള്ള ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും ഒന്നും പൂർണ്ണമായിട്ടില്ല. അവർക്ക് ഇവിടേക്ക് വരാൻ ഉള്ള റോഡാണ്. ആ റോഡിന്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. 3 കിലോമീറ്റർ അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ PTM കോളേജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്തേണ്ട റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡെന്ന് പറയാൻ പറ്റില്ല, തോടെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു നടന്നു പോലും വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഓട്ടോ വിളിച്ചാൽ വരിക? അപ്പൊ ഇവര് ചെറിയ കൂലിക്കൊക്കെ ജോലിക്ക് പോകുന്ന ഇവരൊക്കെ സ്ത്രീകള് അപ്പുറത്ത് മുകളിൽ ഒരു റോഡുണ്ട്. ആ റോഡില് വലിയ പണം കൊടുത്ത് ഓട്ടോറിക്ഷയിൽ ഈ താമസ സ്ഥലത്ത് എത്തേണ്ട അവസ്ഥ. ഇവിടുത്തെ താമസക്കാരൻ അസീസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് എന്താണ് ഒരു പരിഹാരം ഉണ്ടാവുക? പരിഹാരം മുനിസിപ്പാലിറ്റിയാണ് കാണുന്നത്. കാരണം മുനിസിപ്പാലിറ്റി ഇപ്പൊ ശരിയാക്കും, 10 ദിവസം കൊണ്ട് ശരിയാക്കും, 10 ദിവസം അങ്ങനെ പറഞ്ഞ് നീട്ടി. ഇപ്പൊ ഭരണം മാറിയിട്ടും മെച്ചല്ല, മരണം മാറുവോളം മെച്ചം കിട്ടും തരും. മാറി നോക്കുമ്പോ തീരെയും കിട്ടില്ല. കാരണം ഇപ്പൊ ജനങ്ങള് ആകെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ ഈ എല്ലാ വാർഡിലെ റോഡും നേരാക്കിക്കുന്നു. നമ്മൾ ഈ വാർഡിൽ മാത്രം ഈ ഫ്ലാറ്റിക്കില്ല റോഡ്. അതായത് 300 റുപ്യ, ഞാൻ പറഞ്ഞില്ല, 300 റുപ്യ പണിയെടുക്കും ഒരു സ്ത്രീ, അതിന് 130 റുപ്യ കൂലി കൊടുക്കുക, വണ്ടി കൂലിക്ക് ചെലവാ. പിന്നെ ഈ വീട്ടിൽ 100, 200 ചില്ലാനോ റുപ്യ, 100 ചില്ലാനോ റുപ്യറ്റാണ് വരുന്നത്. അപ്പൊ അതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങള് മുനിസിപ്പാലിറ്റിക്കാണ് വരുന്നത്. ഞാൻ പറയണതല്ല, ഈ ജനങ്ങൾ പറയണല്ല. ഞങ്ങളെ എല്ലാരും പാടെ പോയി അവിടെ എഴുതി കൊടുത്ത്, എല്ലാരും നോമിനേഷൻ ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അസീസ്, ഇവിടുത്തെ കൗൺസിലർ ആണല്ലോ അവിടുത്തെ നഗരസഭയെ ഈ കാര്യം ബോധ്യപ്പെടുത്തണം. അപ്പൊ അവര് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? കൗൺസിലർ ബോധ്യപ്പെടുത്തിയിട്ട് ഇപ്പൊ ശരിയാകുന്ന അത് പറഞ്ഞ കേൾക്കൂല. അതല്ലല്ലോ ഭരണം ഇപ്പൊ നമ്മളെ ആൾക്കാരനെ ഭരിക്കണം. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുടിവെള്ളം തന്നെ ആ ആസിയാക്കാനൊരു മകണ്ട, അത് ഒരു കിണർ കുത്തി തന്നോണ്ട ഈ 198 കുടുംബങ്ങൾ അപ്പൊ അവിടെ 240 കുടുംബങ്ങളുണ്ടായിട്ട് പോയി. എല്ലാരും വാടകയ്ക്ക് പോയിക്കാണ്. ഇവിടെ സൗകര്യം കൂടിയിട്ട് പോയിക്കാണ്. ഇവിടെ എന്താന്ന് അപ്പൊ നമ്മക്ക് ആ കുടിവെള്ളത്തിന്റെ ടാങ്കിന്റെ പണി ഇപ്പോ, അതിന്റെ സ്ലാബിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അയക്കില്ല പൈപ്പ് 38 ലക്ഷം കൊണ്ട് പണിയെടുത്താണ്. അതെല്ലായിടത്തും അതാതിഞ്ഞ് പണിയെടുക്കേണ്ടി വരും. അത് പൊട്ടിക്കുന്നു. അതെല്ലായിടത്തും ലീക്കാണ്. അത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു 2 ദിവസമായപ്പത്തിന് അതിന്റെ സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ടുപോയി. അത് ആരെ കൊണ്ടുപോയി എന്നറിയില്ല. അത് 16,000 റുപ്യാണ് അതിന്റെ മറ്റേ വാൾവിന്. ആ വാൾവടക്കം ഇവിടുന്ന് കൊണ്ടുപോയിക്കും. അപ്പൊ അതാണ് സ്ഥിതി. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം കൊണ്ടുവരാൻ ഓരോ വീടുകളിലേക്കും പൈപ്പ് മോട്ടർ അടിച്ചു കൊണ്ടുവരാൻ അങ്ങനെ ഒരു സംവിധാനമല്ല. ഇവിടെ ഒരു കിണർ കുത്തി പുറത്തെ വളപ്പുകാരനെ ഈ പാവങ്ങളെ ബുദ്ധിമുട്ട് കണ്ട് ഞാനാ കാണിച്ചാൽ ആ കിണർ കുത്തിയിട്ടുണ്ട്. ഈ മുകളിൽ താമസിക്കുന്നവരൊക്കെ നിങ്ങൾ നടന്നു പോയി ആ കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിന്റെ മുകളിൽ കയറണം. അവിടെ താഴെ ഭാഗത്ത് കിണറുണ്ട്. ഈ റോഡിലെ പുറത്ത് മറ്റേ സഹകരണ സ്കൂളിന്റെ താഴെ കിണറ്. വീടുകളിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവരും. ഇവിടുന്ന് ഒരുവിധം വണ്ടിക്ക കൊണ്ടുപോണത്. ഈ കിണറിൽ വെള്ളം നല്ലോണ്ട്. അത് അയാൾ കുത്തി തന്നിട്ട് ഇപ്പൊ 2-3 വർഷമായി. അയാൾ എല്ലാ പൈസയും ചെലവാക്കി അയാൾ ഈ പാവങ്ങളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ അടുത്ത വളപ്പുകാരൻ കൂട്ടി തന്നാണ്. ഇത് പെരിന്തൽമണ്ണ നഗരസഭയ്ക്കാണ് ഇതിലൊക്കെ ഒരു ഉത്തരവാദിത്വം വേണ്ടത്. അപ്പൊ ഉത്തരവാദിത്വം അവരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അവരൊന്നും? നഗരസഭക്ക് ഇപ്പൊ ഭയങ്കര അവാർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഭരണസഭയ്ക്ക് അവാർഡ് കിട്ടി. ഇവിടെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിന്റെ അവാർഡ് കിട്ടിയ എന്താന്ന് നിങ്ങൾ കണ്ടു നോക്കി. ഇവിടെ ഒലിച്ചിങ്ങനെ വരികയാണ്, കക്കൂസ ഒലിച്ചു വരുന്നത്. അതില് ഈ ജനങ്ങള് വേസ്റ്റ് വെള്ളമാണ് ഇപ്പൊ പോണത്. അതിലാണ് ഈ സ്ത്രീ ഇപ്പൊ നടന്നത്. ടീച്ചറാ, അംഗനവാടി ടീച്ചറാണ് ഇതിന്റെ പേര്. ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു 2 സെന്റ് സ്ഥലം തരികയാണെങ്കിൽ ഇത് നമ്മൾ മാറിക്കൊടുക്കുക. നിൽക്കാൻ പറ്റണില്ലെങ്കിൽ ഇത് എന്നാ തിരിഞ്ഞില്ലെന്ന് അറിയില്ല. ചുമരൊക്കെ സാറ് കണ്ടില്ലപ്പോൾ ബാത്റൂമിന്റെ സ്ഥിതി കണ്ടില്ല. മേലോട്ട് വെള്ളം അപ്പം ഇടണമെങ്കിൽ കുട്ടികൾക്ക് വെള്ളം മുക്കി കൊണ്ടുപോയിട്ട് വേണം ക്ലോസറ്റിന് അതിലേക്ക് പോകണമെങ്കിൽ. അങ്ങനത്തെ അവസ്ഥയാണ്. ഇങ്ങനെ ഈ എന്തിനാണ് അവർ തന്നത് നമ്മളടങ്ങാറാക്കാനായിട്ട്? നമുക്ക് ഒരു സുഖമില്ലാത്ത ഒരാളാണിത്. ആ ആൾക്കാണെങ്കിൽ പുറത്ത് പോകാൻ പറ്റുമോ? ഇന്നാളെ അവരോട് പറഞ്ഞ പോലെ നിങ്ങൾ മേലെ എവിടെ പോയി മാറി താമസിച്ചോളിന്ന്. അതൊക്കെ ഒരു കയ്യിന് ആരാൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ ഒരു മൂലങ്ങൾ പോയി ഇടിഞ്ഞ് വീണിക്കണ് ബാത്റൂം ഈ സൈഡിൽ. നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ബാത്റൂമും കുളിമുറി നിറഞ്ഞുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. വെള്ളം കുടിച്ചു വരിക. ഈ ഇതിനെതിരെ സ്ഥലവും വീടിന്റെ അതിർത്തിയും കക്കൂസും ഒരേപോലെ ആയതുകൊണ്ട് വെള്ളം നിൽക്കുക. ഒന്നും പോണില്ല. അത് എന്നിട്ട് പിന്നെ 6-6.5 കൊല്ലായി. അന്നേ തൊട്ട് പറയുന്ന മുഖ്യമന്ത്രിക്ക് വരെ കൊടുത്തിക്കണ്. ബാത്റൂമിൽ പോകാൻ കഴിയാതെ ഇവർക്കൊക്കെ അറിയാം. ഇവരൊക്കെ വന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്ത് പോകും. മുഖ്യമന്ത്രിക്ക് വിട്ടു എന്നിട്ട് ആൾക്കാരെ വീടും പോയിട്ട് ഫോട്ടോ എടുക്കും. ഒരു പോകും. ആ ബാത്റൂമിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ മതി. സത്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ട് തോട്ട് കൊണ്ടുപോയി വയ്ക്കുക. നമ്മൾ
കുട്ടികൾക്ക് അപ്പിടാൻ പോകണമെങ്കിൽ അങ്ങനെ ഒഴുകി പോവുകയാണ്. ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക വെള്ളം. ഈ ഇവിടുത്തെ താമസക്കാരിയാണ്. ഈ റൂട്ടിൽ കൂടി ഞാൻ തന്നെ ഒരു 2 വീലറിൽ വന്നപ്പോ തന്നെ പേടിച്ചു പോയി. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിൽ കൂടി നടന്നു വന്നു? ഞാൻ അങ്ങനെ നടന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ ഇതെന്തുകൊണ്ട് നന്നാക്കുന്നില്ല? എന്താ നന്നാക്കാൻ? ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ? ഇത്രയും വർഷമായിട്ടും ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളിതിങ്ങനെ പരാതി പറയുന്നുണ്ട്, പക്ഷെ എല്ലാരും വന്ന് നോക്കി പോവും. നോക്കല് മാത്രം. നിങ്ങളുടെ ഇവിടുത്തെ കൗൺസിലർ, വാർഡ് കൗൺസിലർ ഈ കാര്യം അവിടെ ബന്ധപ്പെട്ട് അധികാരികൾ അവര് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ വാർഡ് സഭ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു നടപടി ശരിയാക്കാനാ പറഞ്ഞേ അല്ലേ? ശരിയാക്കാന്ന് പറഞ്ഞു. ഇതിലെ കൂടി നടന്നു വരല് തന്നെ ഇപ്പൊ ഈ വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ എങ്ങനെ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടിക്ക് തന്നെ അത് കൂടി ചുറ്റി വരുമ്പോക്ക് പൈസ നല്ല വേണം. 80 രൂപ വേണം ഓട്ടോ. ഇതിപ്പോ ഇനി അടുത്ത കാലത്തെങ്ങാനും ഇത് ശരിയാക്കും തോന്നുന്നുണ്ടോ? ശരിയാക്കിയ നല്ലത്. പിന്നെ എന്താ ഈ വേസ്റ്റ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ അസുഖമാണ്. ഒക്കെ മഞ്ഞപ്പീത്തം, പനി, ഛർദിയൊക്കെ അഡ്മിറ്റ് ആയിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭ ഭരിക്കുന്നവർ ഒരു കാര്യം, ഏതായാലും 30 വർഷമോ 40 വർഷമോ കഴിഞ്ഞിട്ട് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നല്ലോ. ഇപ്പോൾ പല കാര്യങ്ങളിലും അതിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ പലരും പറഞ്ഞിരുന്നു, ഈ ഒലിങ്കര ഫ്ളാറ്റിന്റെ കാര്യം പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നിട്ട് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കണം. ഇവർക്ക് കൃത്യമായി വെള്ളം, ശുദ്ധജലം കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്ന അവസ്ഥ അവർ പറഞ്ഞു. ഒരു കിണറിൽ നിന്ന് ഒരു മനുഷ്യൻ കിണർ കുത്തി കൊടുത്തിരിക്കുന്നു. അതുകൂടാണ്ട് ഈ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ താമസക്കാരി ഒരു അംഗനവാടി ടീച്ചറാണ് അല്ലെ? അംഗനവാടി ടീച്ചറാണ്. അവർ പറഞ്ഞില്ലേ, അതായത് പലർക്കും കുട്ടികൾക്കുൾപ്പെടെ വലിയ അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവരും മനുഷ്യരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യരാണ്. മഴക്കാലാവുമ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറും ഒക്കെ കൊടുന്നിരുന്നാണ് എല്ലാ വർഷവും. ഈ വർഷം ഒരു സാധനം ഇട്ടിട്ടില്ല. ഈ കോൺക്രീറ്റ് റോഡിന് മനുഷ്യന് നടക്കാൻ പറ്റൂല, ഒഴുക്കി പോകുക. അപ്പൊ എന്താന്ന് ഒരു സാധനം ഇവിടെ അല്ലെങ്കിൽ കക്കൂസ് വരുന്ന ഒഴുകി ഇങ്ങനെ പോണ സ്ഥലത്ത് ബ്ലീച്ചിങ് പൗഡർ ഇടാനൊക്കെ കൊടുന്ന് 10 ചാക്ക് കമ്പളെടുത്ത് അവിടെ സെറ്റപ്പായി തരുന്നതാ. കുറെ പോലെ ഇടും പണിക്കാർ വന്നിട്ട്. ഇക്കുറി അതുമില്ല. നമ്മൾ വിളിച്ചാൽ നമ്മൾ പറഞ്ഞ പള്ളിത്തോടുക്ക് സലാം പറഞ്ഞ കാര്യ, അതിന് മറുപടി ഇല്ല. അപ്പൊ എന്താന്നോ, ഇനി ഇവിടുന്ന് 198 ആളായിരുന്നു ഒപ്പ് ശേഖരിച്ച് കുട്ടികൾ കൊണ്ടേ കൊടുത്തോളൂ. ഞാനന്ന് ഇതിലായിരുന്നു. അപ്പോ ഇതിന് ഒരു പരിഹാരം പോലും കണ്ടിട്ടില്ല. ഇനി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ 1 മാസം കൂടി കൊടുക്കുകയാണ്. ഈ ആൾക്കാരെ കൂട്ടിയിട്ട് ഞാന് മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങളെല്ലാവരും പാടെ സമരത്തിന് ഒരുങ്ങാല്ല വരും. 1 മാസം മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയാണ്. ഇത് ഞാനെന്നോ ഈ നിവേദനം ബില്ല് കൊടുത്ത മാതിരി ആവില്ല. നമ്മൾ പറഞ്ഞ ഞങ്ങളെ എല്ലാരെയും കൂട്ടിയിട്ട് പോകും. ഒരുമിച്ച് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പോയിട്ട്. ഏതായാലും ഇവിടുത്തെ താമസക്കാർ തന്നെ പറയുന്ന 1 മാസം കൂടി ക്ഷമിക്കുകയാണ് അവർ. കാരണം ക്ഷമയുടെ നെല്ലിപ്പൊടി എത്തി. അവർ അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. പല കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ ബാധിക്കുന്നു, ശുദ്ധജലം കിട്ടുന്നില്ല, മാത്രമല്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ എല്ലാ പ്രശ്നമുണ്ട്. പല പ്രാവശ്യം ഇത് അധികാരികളുടെ മുന്നിൽ ഇവർ നിവേദന രൂപത്തിലെത്തി. ഇനി നിവേദനമൊന്നുമില്ല. ഈ താമസക്കാരെല്ലാവരോടും നഗരസഭയുടെ മുന്നിലേക്ക് വരും, അവിടെ കുത്തിയിരിക്കും. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് എന്നൊരു ഉറപ്പ് കിട്ടുന്നവരെ ഇവരെല്ലാവരും ചേർന്ന് നഗരസഭയുടെ മുന്നിൽ കുത്തിയിരിക്കും. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാലം കുറയായി. ഇതുവരെ പണിത് പല സ്ഥലത്തും പൊളിഞ്ഞു ചാടല് മാത്രമല്ല, കൃത്യമായി അഴുക്ക് ചാലൊന്നുമില്ല. ഈ കക്കൂസ് മാലിന്യമൊക്കെ എല്ലായിടത്തും ഒഴുകി പരക്കുകയാണ്. അപ്പൊ ബന്ധപ്പെട്ട അധികാരികള്, നഗരസഭ അധികൃതർ ഇക്കാര്യത്തില് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇനിയും അവരെ തള്ളിക്കളയരുത്. അവര് സാധാരണക്കാരാണ്. വേറെ വാടക കൊടുത്ത് വീട് അന്വേഷിച്ച് പോയി താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പൈസയുണ്ട്, കുറെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവര് ഈ ദുരിതത്തിൽ കിടക്കില്ലായിരുന്നു. അപ്പൊ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ഒരു അടിയന്തിരമായ ഒരു തീരുമാനം എടുക്കണം. ഉണ്ടായില്ലെങ്കിൽ ആരോഗ്യവകുപ്പും എല്ലാവരുടെയും കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. 1 മാസം കഴിഞ്ഞാൽ നഗരസഭയുടെ മുന്നിലേക്ക് പോകും. കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എന്ന് പറയണം. ഇപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പൊ ഇവരെ തടഞ്ഞതുപോലെയാണ്. തടയരുത്. അവരും മനുഷ്യരാണ്. അവരുടെ കാര്യത്തിലും പരിഹാരം കാണാൻ ബന്ധപ്പെട്ട നഗരസഭാ അധികൃതർ ശ്രമിക്കുക. അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. ഞാനും അക്കാര്യത്തിൽ അഭ്യർത്ഥന നടത്തുകയാണ്. അവരും മനുഷ്യരാണ്. അവരെയും ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. 1/2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ.
50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.